ഇഗ്നോർ ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുന്നതും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷനാണ്. നമ്മളൊരു കാര്യം കോപ്പപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മിനിമൽ വേർഷൻസ് നമുക്കൊന്നുമല്ല. ഇപ്പോൾ ചില ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഈ ഇഗ്നോറൻസ് അറിഞ്ഞിട്ടുണ്ടോ, ലൈക്ക് ഡിസ്ക്രിമിനേഷൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ യൂറോപ്പിൽ പഠിക്കുന്ന ടൈമിൽ ഇന്ത്യക്കാർ യൂറോപ്പിലൊക്കെ പഠിക്കുന്ന മെജോറിറ്റി ആളുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം ഇഗ്നോറൻസ്, അതായത് റേസിസം, നമ്മളെ സ്കിന്നിൻ്റെ കളറിൻ്റെ ഒരു ടോണിലൊക്കെ ഒരുപാട് ബിഹേവിയർ കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്തായാലും നമുക്കൊരു ഫീൽ വരും. ഇപ്പോൾ നമ്മൾ ആര് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഇൻസെക്യൂരിറ്റി അടിക്കും, നമുക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം നമ്മൾ വേറെ സ്കില്ല് വെച്ച് നമ്മൾ കോപ്പപ്പ് ചെയ്ത് ഓവർകം ചെയ്യും. ഇപ്പോൾ ഞാൻ അവിടെ നമ്മൾ പ്രസൻറ്റേഷനിലായിക്കോട്ടെ കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ അവരെക്കാളും കൂടുതൽ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഈ ഒരു സിറ്റുവേഷനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നതും ഈ ഒരു നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്ന ഏരിയാസ് നമുക്ക് ഡിസ്കവർ ചെയ്യാനുണ്ട്. സോ നമുക്ക് അങ്ങനെ റിജക്ഷൻസോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകൾ ഒഴിവാക്കുന്നതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരിൽ കൂടുതൽ ആളുകൾ അതിനേക്കാളും ഒരു നല്ല ലാർജ് ഓഡിയൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ചില കാര്യം നമ്മളിലുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക, അതിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഐഡിയലായിട്ട് ചെയ്യേണ്ട